നാം മുൻകാലങ്ങളിൽ കാണാത്ത കാഴ്ചകളാണ് കുറച്ചു നാളുകളായി പാർലമെന്റിൽ കാണുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ചില നീക്കങ്ങൾ, ഭരണഘടനയ്ക്ക് വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങൾ. അതിന് നേതൃത്വം നൽകുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാണ്. എന്താണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം? അദ്ദേഹം ഇങ്ങനെ നിരന്തരം സഭ സ്തംഭിപ്പിച്ച് ഈ ഇന്ത്യയുടെ കാര്യങ്ങൾ, നമ്മുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇനി പാർലമെന്റിലും ചർച്ച ചെയ്യേണ്ടെന്നാണോ കോൺഗ്രസിന്റെ തീരുമാനം? അതെ, ഇന്ത്യൻ ജനാധിപത്യ പാർലമെൻറ്റിനെ അലങ്കോലപ്പെടുത്തുക എന്നുള്ള ഈ സോറസ് ഗ്രൂപ്പിൻ്റെ കാശുകളെ കൈപ്പറ്റി രാഷ്ട്രവിരുദ്ധ പ്രവർത്തനമാണെന്ന് രാഹുൽ പ്രതിപക്ഷ നേതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് BJPയുടെ മുൻ പാർലമെൻ്ററി പാർട്ടി ലീഡർ ആയിട്ട് മന്ത്രിയായിരുന്ന ഡോക്ടർ രവിശങ്കർ പ്രസാദ് പറഞ്ഞിട്ടുള്ളത്. വളരെ ജനാധിപത്യത്തിൽ വിരുദ്ധമായ പെരുമാറ്റമാണ് പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്. അതിനെതിരെയാണ് ചില മന്ത്രിമാർ അവകാശ ലംഘന നോട്ടീസ് കൊടുക്കുകയും നിയമമന്ത്രി കിരൺ റിജ്ജു അതിനെ മുന്നോട്ട് നയിക്കുവാൻ ഒരു NDA യോഗം വിളിച്ചത് തന്നെ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം, ലോകരാഷ്ട്രങ്ങളിലെ എത്ര സ്ഥലം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യൻ പാർലമെൻ്ററി ജനാധിപത്യം. എപ്പോൾ വന്നാലും മോഡിയെ വിമർശനവും അമിത്ഷായെ വിമർശനവും പാർലമെൻറ്റ് കുറ്റങ്ങളും, ഒരു ചെറിയ ഡയറി എടുത്ത് കാണിച്ച് ഭരണഘടനയല്ല പോകുന്നതെന്നും ഇവിടുത്തെ സ്നേഹത്തിൻ്റെ കടകൾ തുറക്കുന്നില്ല, അക്രമമാണ് BJP ചെയ്യുന്നതെന്നും. ഈ 12 വർഷം കൊണ്ട് ഇന്ത്യൻ ജനത കാണുകയല്ലേ മോഡി ചെയ്യുന്ന വികസന രാഷ്ട്രം. അപ്പോൾ അദ്ദേഹത്തിന് അധികാരം കിട്ടാതെ ഒരു പ്രധാനമന്ത്രി കുടുംബം എന്നുള്ള നിലയിൽ പോകാൻ ഇപ്പോൾ പറ്റാത്തേണ്ട ആ ഒരു വെപ്രാളവും അപകർഷതാബോധം ആണെന്നും ചിന്തിക്കാനേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ആലോചിക്കുക, നിർണായകമായ ചർച്ചകൾ പാർലമെൻറ്റിനകത്ത് ചെയ്യണം. അത് നഖശികാന്തം പാർലമെൻറ്റിനകത്ത് ബഹളം കൂടാതെ സഭയിൽ ഇരുന്ന് സ്പീക്കർ കൊടുക്കുന്ന സമയങ്ങളും 0 ഓവറും ചർച്ച ചെയ്ത് രാഷ്ട്രത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ചർച്ച ചെയ്യാതെ എപ്പോഴും ഓരോ രാജ്യങ്ങൾ ബഹ്റൈനും അവിടെ ഇവിടെയും സന്ദർശിച്ചിട്ട് വന്നിട്ട് 2 വാക്ക് പറയും. അല്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ ജനാധിപത്യ പത്രപ്രവർത്തന രീതിയിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത നരവരയുടെ പുസ്തകത്തിൻ്റെ പേരിൽ ഈ പാർലമെൻറ്റിനെ ബഹളമുണ്ടാക്കാൻ എന്ത് അധികാരമാണ് ശ്രീമാൻ രാഹുലിനുള്ളത്? അത് ഏറ്റുപിടിക്കുവാൻ കേരളത്തിൽ നിന്ന് കുറേ യുവ MP-മാർ. കേരളത്തിൻ്റെ നിരവധി പ്രശ്നങ്ങൾ ഈ ഈടനായാലും അതുപോലെ ഓരോ MP-മാർക്ക് ശ്രീകണ്ഠനായാലും പറയാനില്ലേ? അവരുടെ മണ്ഡലത്തിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അവരിയ്ക്കുന്നില്ല. എന്താണോ അണ്ണൻ ചെയ്യുന്നത് അത് ശരിയെന്ന നിലയിൽ തമ്പിമാർ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇത് കോൺഗ്രസിൻ്റെ ജനാധിപത്യ ശൈലിയല്ല. വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഭാരതത്തിനെ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇടിച്ചു കാണിക്കുവാൻ ചില വിദേശ രാഷ്ട്രങ്ങളുടെ കരങ്ങൾ കൊണ്ട് രാഹുൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് അനുമാനിക്കുവാൻ കഴിയും. നമുക്കറിയാം, ഇന്ന് ഭാരതം വളരെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വിവിധ ലോക പോലീസ് എന്ന് പറയുന്ന നമ്മുടെ ട്രംപ് വരെ ഇന്ത്യയുടെ തീരുവ ചുങ്കം എടുത്തു കളഞ്ഞുകൊണ്ട് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ 18% ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്നു. ആഗോള സാമ്പത്തിക മേഖലയിൽ ഭാരതത്തിൻ്റെ DGP റേറ്റ് വളരെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 4% ഉണ്ടായിരുന്ന ഭാരതത്തിൻ്റെ ആഗോള വിപണി ഇന്ന് 6.7% എത്തിയിരിക്കുന്നു. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ കണക്കോ കേന്ദ്ര ഗവൺമെൻറ് നീതി ആയോഗിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പറയുന്ന കണക്കല്ല. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്ന IMF GDP കണക്കുകൾ തെറ്റെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതാണ് അത് എങ്കിൽ പിന്നെ IMF പോലുള്ളവർ നോക്കുകുത്തികളാണോ? IMF-ൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെക്കാളും വളരെ എക്കണോമിസ്റ്റ് ആണോ രാഹുൽ ഗാന്ധി? അതിനേക്കാളും വലിയ IMF ഉദ്യോഗസ്ഥരെക്കാളും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണോ KC വേണുഗോപാൽ? അതിനേക്കാളും വളരെ ബ്രില്യൻ്റായിട്ട് PhD എടുത്ത ആളാണോ ജയറാം രമേശ്? ഈ രാഹുൽ ഗാന്ധിക്ക് സാമ്പത്തികത്തെ കുറിച്ച് അറിയാം, സുരക്ഷയെ കുറിച്ച് അറിയാം, എല്ലാത്തിനെയും കുറിച്ച് അറിയാം. പക്ഷെ ഇന്ത്യക്ക് വിരുദ്ധമായുള്ള ചിന്താഗതിയെ അതിൽ വരുന്നുള്ളൂ. അതെന്താ കേസ്? പുള്ളിക്ക് അധികാരമില്ല. എങ്ങനെയെങ്കിലും കുറേ അലിമ്പ്, നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ കൊച്ചു പിള്ളേർ കളിക്കുന്ന പോലെ കളി തോക്കുമ്പോൾ അവിടെ അടികൾ കൂടിയിട്ട് പോകുക എന്നുള്ളൊരു ആ കൊച്ചു പിള്ളേരുടെ പ്രവണതയാണ് ഇന്ന് പാർലമെൻറ്റിൽ രാഹുൽ കൈക്കൊള്ളുന്നത്. അല്ലെങ്കിൽ പല നിർണായക തീരുമാനം, ഇന്നലെ തന്നെ പുൽവാമ ഡേകൾ ആഘോഷിക്കുന്ന സമയത്തിന് വേണ്ടി സംസാരിക്കുവാൻ ഡിഫൻസ് മിനിസ്റ്ററൊക്കെ ഇരിക്കുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ക്രെഡിബിലിറ്റി ആ യുദ്ധത്തിൽ ജയിച്ചു നിൽക്കുന്ന ഭാരതത്തെ മോശമാകുന്ന രീതിയിൽ ഇയാളെ ചിത്രീകരിക്കാൻ കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് യുദ്ധമാണ് നടന്നത് എന്നൊക്കെ അല്ലേ ചോദിച്ചിരിക്കുന്നത്? വളരെ മോശമല്ലേ? പുൽവാമയിൽ നടന്ന സംഭവം എന്താണെന്നും
ലോക പോലീസ് വരെ അംഗീകരിച്ചിട്ടുള്ളതും നമ്മൾ കള്ളത്തരമാണ്, അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഗൂഗിൾ വീഡിയോ വരെ ഐക്യരാഷ്ട്രസഭയ്ക്കും UN രക്ഷാസമിതിക്കും കാണിച്ചു കൊടുത്ത് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തിയ രാഷ്ട്രം ആയി ഭാരതം നിൽക്കുമ്പോൾ ആ പാകിസ്ഥാന് വേണ്ടി തീവ്രവാദികൾക്ക് പിന്തുണയായിട്ട് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് നിൽക്കുന്നു. പല സ്ഥലങ്ങളിലും പോയി ഇന്ത്യ വിരുദ്ധ പ്രസംഗം നടത്തുന്നു. അദ്ദേഹം പാർലമെൻറ്റിലോ പൊതുയോഗങ്ങളിലോ കാണിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ കടതുറപ്പ് അദ്ദേഹം ജനാധിപത്യ ശ്രീകോവിലായ പാർലമെൻറ്റിൽ കാണിക്കാത്തതാ. ആ ഭരണഘടനയിൽ വിശ്വാസമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണഘടന ഇദ്ദേഹത്തിൻ്റെ അപ്പൂപ്പനൊന്നും തയ്യാറാക്കിയില്ല. നമ്മുടെ ഭീമറാവു അംബേദ്കർ ആണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. ചില ഭാഗങ്ങൾ ഭരണഘടനയുടെ മാറ്റിവെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ന് അദ്ദേഹം ബോംബെയിൽ പ്രസംഗിച്ചു. ഭരണഘടന ഏറ്റവും അധികം കശാപ്പ് ചെയ്തത് ഈ രാഹുൽ ഗാന്ധിയുടെ കുടുംബമാണ്, ഇന്ദിരാഗാന്ധിയാണ്, അമ്മുമ്മയാണ്. അമ്മുമ്മയെ വെടിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 4000 പരം സിഖുകാരെ മതം നോക്കി ജാതി നോക്കി വെട്ടിക്കൊന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അത് അവസാനം ഡൽഹി PCC അധ്യക്ഷൻ മാക്കാൻ ക്ഷമ ചോദിച്ചു. പഞ്ചാബിൽ നിന്ന് കോൺഗ്രസ്സുകാർ ഇല്ലാത്ത കേസെന്താ? ആ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ വധത്തിൻ്റെ പേരിൽ സിഖുകാരെ ഉന്മൂലനം ചെയ്യണം. അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയ പാർട്ടി ഇന്ന് അതുകൊണ്ടാണ് ആ സിഖ് ഇപ്പോഴും മാറ്റമില്ല. നാം കണ്ടല്ലോ പാർലമെന്റിന് മുന്നിൽ ഒരു സിഖ് വംശജനായ ബിട്ടുവിനെ അപമാനിക്കുന്നു. ഇപ്പോൾ പൂരി, ഇപ്പോൾ കേന്ദ്രമന്ത്രി അദ്ദേഹം രാജിവെക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതെ അതെ ഹർദീപ് സിംഗ് പുരി രാജിവെക്കണമെന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്ത് കാര്യം? എന്തെങ്കിലും ഒരു കാര്യം, അഴിമതി വേണം. ഈ കഴിഞ്ഞ 12 വർഷം കൊണ്ട് ഒരു അഴിമതി മോഡിയുടേത് കണ്ടുപിടിക്കും. ഈ ഒരാഴ്ചയിൽ 2 സിഖുകാർക്കെതിരെയാണ് അവർ ലക്ഷ്യമിടുന്നത്, ബിട്ടുവിനെതിരെ, ഇപ്പോൾ കേന്ദ്രമന്ത്രിക്കെതിരെ. അപ്പോൾ ആ പഴയ എന്താണോ അന്ന് കോൺഗ്രസിന്റെ മനസ്സിലുണ്ടായിരുന്നത് ആ ചിന്ത തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. സിഖുകാർക്കെതിരെ ചിന്തിക്കുക. അതെ അതെ ശ്രീമതി ഗാന്ധിയെ കൊന്നെന്ന് പറഞ്ഞ് ഓരോ ജർമ്മനിലുള്ള സിഖുകാർക്കെതിരെയും ചെന്നൈയിലും തിരുവനന്തപുരം പാങ്ങോടും ബാംഗ്ലൂരുമെല്ലാം സിഖുകാർ തലയിക്കെട്ട് കാണുന്നവരെല്ലാം അടിച്ചിരിക്കുകയാണ്, മർദ്ദിച്ചിരിക്കുകയാണ്. എത്ര സിഖ് അമ്മമാരെയാണ് ബലാത്സംഗം ചെയ്തെന്നറിയാം ഡൽഹിയിൽ. അപ്പോൾ അവരുടെ അന്നത്തെ ഇന്ദിരാഗാന്ധി ചെയ്ത ചെയ്തിക്കെതിരെ കൊച്ചുമ്മ മിണ്ടുന്നില്ല. അവർ ആരാധിക്കുന്ന ഗുരുനാനാക്കിൻ്റെ അവിടെ പട്ടാളം ബൂട്ടിട്ട് കയറിയത് അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തി. ഈ എവരാണ് അയോധ്യയിലുള്ള പള്ളി പൊളിച്ചു എന്ന് പറയുന്നത്. അയോധ്യയിലുള്ള സിയാ വിഭാഗം സുന്നി വിഭാഗം പറയുന്നു ഒരു മതത്തിൻ്റെ പേരിലുള്ള കെട്ടിടമല്ല അത്. ബാബർ ഇസ്ലാമിൽ ലോകത്തൊരിടത്തും ഇസ്ലാമിൻ്റെ പേരിൽ പവിത്രമായ അള്ളാഹുവിൻ്റെ പേരിലെ പള്ളിയുള്ളൂ. ഇത് ബാബർ പള്ളി എന്ന് പറയുന്ന സ്ഥലം ഒരു ഡിസ്പ്യൂട്ട് ബിൽഡിംഗ് ആണ്. ആ ഡിസ്പ്യൂട്ട് ബിൽഡിങ്ങിനെയാണ് അവിടെ തട്ടി തകർത്തത്. അല്ലാതെ അതൊരു മത ആരാധന നടത്തിക്കൊണ്ടിരുന്ന പള്ളിയല്ല. അവരാണ്, ആ പാർട്ടിയാണ് പഞ്ചാബ് ഗുരുദ്വാരയ്ക്കകത്ത് ബോട്ടിട്ടുകൊണ്ട് കയറിയത് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് വേണ്ടി ശ്രീമതി ഗാന്ധി. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എൻ്റെ തലയിൽ തൊപ്പിയുണ്ട്, സിഖ് തൊപ്പി ഉണ്ട് എങ്കിൽ ശ്രീമതി ഗാന്ധിയെ വധിച്ചിരിക്കുമെന്ന് പറഞ്ഞ് സ്വന്തം അംഗരക്ഷകരായ സത്വൻ സിംഗും കോഗർ സിംഗും ശ്രീമതി ഗാന്ധിക്ക് നേരെ ബുള്ളറ്റ് വീഴ്ത്തിയത്. ആ 2 ചെറുപ്പക്കാർ അംഗരക്ഷകരെ മാറ്റാത്തത് ശ്രീമതി ഗാന്ധിക്ക് 2 മാസം മുമ്പ് സംശയമുണ്ടായിരുന്നു. ഈ അംഗരക്ഷകരെ മാറ്റിയില്ല. അത് കാലം കൊടുത്ത വരദാനമാണ് ശ്രീമതി ഗാന്ധിക്ക്. ഗുരുനാനാക്ക് മുകളിൽ ഇരുന്നുകൊണ്ട് കൊടുത്ത ശിക്ഷയാണ്. പഞ്ചാബിലെ യുവാക്കളായ സൈനികരുടെ പാത്തി കൊണ്ട് മരിക്കണമെന്ന്. പിന്നെയോ ഈ രാഹുലിൻ്റെ അച്ഛൻ തന്നെ സിലോണിൽ പോയി തോക്കിൻ്റെ പാത്തി കൊണ്ട് അടിയും കൊണ്ട് തിരിച്ചു വന്നില്ലേ? അന്നത്തെ പ്രഭാകരനെ എതിരെ അമോക്കെൽമെൻ്റ് ചർച്ചയ്ക്ക് സിരിമാവോ ഭണ്ഡാര നായിക അവിടെ വിളിച്ചപ്പോൾ അത് ചർച്ച ചെയ്തപ്പോൾ പ്രഭാകരനെ ഒറ്റിക്കൊടുക്കുവാൻ പോയി. സിലോൺ എന്ന് പറയുന്ന രാജ്യത്തെ സിലോണാക്കി മാറ്റിയത് നമ്മുടെ ഇവിടുന്ന് വേലുപ്പിള്ള പ്രഭാകർ പോയാണ് അവിടെ മാറ്റിയത്. അവിടെ പോയി പ്രഭാകരനെ അറസ്റ്റ് ചെയ്യുവാൻ ശ്രീമാൻ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി സിരിമാവോയോട് ആവശ്യപ്പെട്ടു. ഇതിൽ പ്രതിഷേധിച്ച് തമിഴ് വംശരായ സൈന്യാധിപൻ പട്ടാളത്തിൻ്റെ തോക്കുകൊണ്ട് പരേഡ് അന്വേഷിച്ച് നടന്നപ്പോൾ ശ്രീമാൻ രാജീവ് ഗാന്ധി തോപ്പിൻ്റെ പാത്തിയിട്ടടിച്ചു. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു രാജ്യത്ത് പോയപ്പോൾ സൈന്യമാണ് അടിച്ചത്. ഇന്ന് നരേന്ദ്രമോദിക്കോ ഓരോ രാജ്യത്തും പ്രൗഡാണ്. ഇവർ എതിർക്കുന്ന ഭാരത് മാതാക്ക് ജയ്യാണ് വിളിക്കുന്നത്. വന്ദേ മാതരം 150-ാം വർഷം ആഘോഷിക്കുമ്പോൾ ഓരോ രാജ്യം പാടുന്നു. ആ രീതിയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഭാരതത്തിൻ്റെ ക്രെഡിബിലിറ്റി, അഭിമാനം, ജനാധിപത്യം ലോകരാജ്യത്തെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത്.
അല്ലാതെ അമ്മുമ്മ ചെയ്ത പോലെയല്ല, അച്ഛൻ ചെയ്ത പോലെയല്ല, പേരപ്പൻ നെഹ്റു ചെയ്ത പോലെയല്ല. ഇവരാണ് ഇവിടെ വർഗീയ രാഷ്ട്രീയ കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ പ്രശ്നങ്ങളെല്ലാം ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാക്കിയത്. ആ ബ്ലഡല്ലേ ശ്രീമാൻ രാഹുലിനുള്ളൂ. എപ്പോഴും പാർലമെൻറ്റ് അലങ്കോലപ്പെടുത്തി തന്നെ ഇരിക്കും. ഇതൊന്നും കുലുങ്ങാതെ നരേന്ദ്രമോദിയുടെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.